രാത്രികാലങ്ങളിൽ കോഴിക്കോട് കോവൂർ ലഹരി സംഘങ്ങളുടെ താവളമാകുന്നുവെന്ന പരാതിക്ക് പരിഹാരം. രാത്രി 10:30 വ്യാപാരം അവസാനിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. 1 മാസത്തേക്കാണ് നിയന്ത്രണം. റോഡരികിലെ പാർക്കിംഗും പൂർണ്ണമായും നിരോധിച്ചു. കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ നാട്ടുകാരും കച്ചവടക്കാരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായതോടെയാണ് ഇടപെടൽ. ഈ ഏറെ നാളായിട്ടുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. നാട്ടുകാരും കച്ചവടക്കാരും തമ്മിൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലഹരി സംഘങ്ങളുടെ താവളമാകുന്ന ഈ പ്രദേശം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തുകൂടി നടന്നു പോകാൻ സാധിക്കില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അതുമായി തർക്കവും ഉണ്ടായിരുന്നു. ഇന്ന് യോഗം ചേർന്ന് എന്തായാലും ഈ ഒരു തർക്കത്തിന് പരിഹാരമായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 1 മാസത്തേക്കാണ് നിയന്ത്രണം വന്നിട്ടുള്ളത്. രാത്രി 10:30 വ്യാപാരം നിർത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേപോലെ റോഡരികിലെ പാർക്കിംഗും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ ഏറെ നാളത്തെ തർക്കത്തിന് പരിഹാരമായിരിക്കുകയാണ്. 1 മാസത്തേക്കാണ് ഇപ്പോൾ 10:30 കടയടയ്ക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പ്രദേശവാസികൾ, റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ, വ്യാപാരി പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് ചേർന്നത്. ഇതിലാണ് യോഗത്തിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. നാട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ 10:30 തന്നെ കടകളിലെ വ്യാപാരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് പ്രദേശത്ത് 1 മാസത്തേക്ക് ഏതായാലും നൈറ്റ് ലൈഫ്, മുഴുവൻ സമയ കച്ചവടം ഇല്ല എന്നുള്ളതാണ്. 11 മണിയോടുകൂടി കടകൾ പൂർണ്ണമായി അടച്ചു. 1/2 മണിക്കൂർ സമയം വൃത്തിയാക്കാനൊക്കെ അടക്കമുള്ള ആവശ്യങ്ങൾക്കായി നൽകുകയാണ് ചെയ്യുക. ഒപ്പം തന്നെ CCTV ക്യാമറകൾ എല്ലായിടത്തും സ്ഥാപിക്കും. റോഡരികിൽ വാഹനങ്ങൾ നിർത്തി കച്ചവടം അത് അനുവദിക്കില്ല എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിന്റെ നാട്ടുകാരും കച്ചവടക്കാരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായതോടെയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായത്. തർക്കം പരിഹരിച്ച് തീരുമാനമായിരിക്കുകയാണ്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് യമനിലെ ജയിലിലെത്തി. ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ എടപ്പാളിന് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഇക്കാര്യം അറിയിച്ചത്. ഞാൻ ഇപ്പോൾ പാനാണ്ട് ശേഷം ഇവിടുത്തെ കുറച്ചു കാലം മുമ്പ്, ഒരു 1/2 മണിക്കൂർ മുമ്പ്, ഇവിടുത്തെ ഒരു വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ, അവരുമായിട്ട് തന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ ഒടുവിൽ ഉത്തരവ് വന്നിരിക്കുകയാണ്. വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് യമനിലെ ജയിലിലെത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആക്ഷൻ കമ്മിറ്റി കൺവീനർ ജയൻ എടപ്പാളിന് ലഭിച്ച ഒരു ശബ്ദ സന്ദേശമാണിത്. അതായത് ഒരു അഭിഭാഷക തന്നെ വിളിച്ചിരുന്നുവെന്നും തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിലിലെത്തി എന്നുമാണ് ഈ അഭിഭാഷക അറിയിച്ചത് എന്നുള്ളത് ദുരൂഹമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർക്കാണ് ഈ സന്ദേശം ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ മോചനത്തിനായി ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ അഭിഭാഷകരൊക്കെ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദുരൂഹമായി ഒരു ഫോൺ കോളും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ ഈ ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി ബസന്ത്, ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാണ് യമനിലെ ജയിലിലെത്തിയിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ എടപ്പാളിന് അയച്ച സന്ദേശമാണ് നമ്മൾ കേട്ടത്. പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു ചെറിയ ഇടവേള. പ്രാദേശിക വാർത്തകൾ ബ്രോട്ട് ടു യു ബൈ മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.